ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം സർക്കുലേറ്റ് ചെയ്യുന്ന ആക്ട്രസ് അനുപമയുടെ വീഡിയോസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു വീഡിയോ കണ്ടപ്പം ഐ റിയലി ഫെൽറ്റ് പ്രൗഡ് ഓഫ് ഹർ. പുള്ളിക്കാരത്തേക്ക് വേണമെങ്കിൽ വിചാരിക്കായിരുന്നു, അയ്യോ എൻ്റെ ഫെയിം നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്, ആളുകൾ എന്നെ മോശം പറയുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് പുള്ളിക്കാരത്തേക്ക് മിണ്ടാതിരിക്കാമായിരുന്നു. പുള്ളിക്കാരി ഇതെല്ലാം ഓപ്പൺ അപ്പ് ചെയ്തത് ഒരിക്കലും വേറെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ കരിവാരി തേക്കാനായിട്ടല്ല. ഇതേ അനുഭവത്തിലൂടെ കടന്നു വരുന്ന, അല്ലെങ്കിൽ ഇതേ അനുഭവം വേറൊരാൾക്ക് ഉണ്ടാകരുത്. അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും എൻ്റെ ഈ ഒരു അവയർനെസ്സിൽ നിന്ന് അവരുടെ ലൈഫിനെ അവർക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ തിരിച്ചു പിടിക്കട്ടെ എന്നുള്ളൊരു തോട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ കുട്ടി അത് ഫ്രണ്ടിലേക്ക് വന്ന് പറഞ്ഞത്. ഇതേ ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റിനുമുണ്ട്. അത് ഈ ഒരു ജനറേഷനിൽ മാത്രമല്ല, നമ്മുടെ പാരൻസിൻ്റെ ഒക്കെ ജനറേഷനിൽ നോക്കുകയാണെങ്കിലും ഒരുപാട് നമ്മുടെ പാരൻസ് ഒക്കെ അതിൽ വിക്റ്റിം ആയിട്ടുള്ളവരായിരിക്കും. അവരത് സഫർ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അവർക്കൊക്കെ ഇത് എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇവർക്കൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നു കാണത്തില്ല എന്ത് ചെയ്യണം എന്നുള്ളത്. ഇപ്പം കുറച്ചുകൂടെ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതുകൊണ്ട് ഒരുപാട് ഡോക്ടേഴ്സും ഒരുപാട് സൈക്കോളജിസ്റ്റുകളും ഒക്കെ ഈ നാർസിസിസ്റ്റിക് ബിഹേവിയറിനെ കുറിച്ചിട്ട് ഒത്തിരി അവയർനെസ് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ പലപ്പോഴും അല്ലെങ്കിൽ ഒരു വിക്റ്റിം ആയിട്ടുള്ള ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും, വൈ മീ? ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ടായിരുന്നല്ലോ, കറക്റ്റ് എന്നെ തന്നെ ഈ നാർസിസ്റ്റ് എങ്ങനെ പിടിച്ചു എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. ഇതിന് രണ്ട് ഉത്തരമാണ് ഉള്ളത്. ഒന്ന്, നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരാൾ അവരെപ്പോഴും ആഗ്രഹിക്കുന്ന അത്യാവശ്യം സെൽഫ് കോൺഫിഡൻസ് ഉള്ള, അത്യാവശ്യം കറേജിയസ് ആയിട്ടുള്ള, ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊക്കെ നിൽക്കാൻ പറ്റുന്ന ആളുകളെയാണ് അവർ അട്രാക്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇവർ അട്രാക്റ്റ് ചെയ്ത് അവരുടെ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് അവർ സ്ലോ പോയിസണിങ്ങിലൂടെ, പല ടൈപ്പ് ഓഫ് മാനിപ്പുലേഷനിലൂടെ ഈ ഒരു വ്യക്തിയുടെ സെൽഫ് കോൺഫിഡൻസ് കുറയ്ക്കും, കറേജ് കുറയ്ക്കും, അവരുടെ കംപ്ലീറ്റ് സെൽഫ് എസ്റ്റീം എല്ലാം കുറയ്ക്കും. എന്നിട്ട് ഇത് കണ്ട് അവർ ആനന്ദിക്കും. ഇതാണ് അവർക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ സന്തോഷം. കാരണം ആ വിക്ടിമിനെ അവർക്ക് അടിമയാക്കണം. അവർക്ക് ആ ഒരു ഇത്രയും കറേജിയസ് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു വ്യക്തിനെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ അടിമയാക്കി കഴിയുമ്പോഴാണ് അവരിലുണ്ടാവുന്ന ആ ഒറിജിനൽ ആ ആനന്ദം പുറത്തേക്ക് വരുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് റീസൺ. ആൻഡ് ദ സെക്കൻഡ് റീസൺ ഈസ് ദാറ്റ് നമ്മൾ ചിലപ്പം, അല്ലെങ്കിൽ എക്സാമ്പിൾ, ഞാനിപ്പം ഒരു നാർസിസിസ്റ്റിൻ്റെ ഒരു വിക്റ്റിമാണ് ഞാനെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് അട്രാക്റ്റഡ് ആയത് എന്നൊരു തോട്ടില്ലേ. ഇതിൻ്റെ അകത്ത് ഞാൻ അതേപോലെ തന്നെ വേറൊരു റിലേഷൻഷിപ്പിലോ, അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും എൻ്റെ പാരൻസിൽ ആരെങ്കിലും ഒരാൾ ഇതേപോലെ നാർസിസ്റ്റിക് ബിഹേവിയർ ഉള്ള ആരെങ്കിലും ആയിരിക്കാം. ഒന്നുകിൽ എൻ്റെ അപ്പനോ അല്ലെങ്കിൽ എൻ്റെ അമ്മയോ ഒരു നാർസിസിസ്റ്റ് ആണെങ്കിൽ അവരുടെ പാരൻറ്റിങ് സ്റ്റൈലിലാണ് ഞാൻ വളർന്നു വന്നത്. അപ്പം ആ പാരൻറ്റിൽ നിന്നുണ്ടാവുന്ന മാനിപ്പുലേഷൻസ്, ഡീഗ്രഡേഷൻസ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്രിറ്റിസിസത്തിന് ഒക്കെ ഞാൻ ഇരയായിരുന്നു. ഓക്കെ, ആൻഡ് അതിൽ നിന്ന് ഞാൻ ഹീലായില്ല. അപ്പം ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യം ഉണ്ടാവും. ഈ ക്യാരക്ടേഴ്സ് ഒന്നും ഞാൻ കല്യാണം കഴിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകരുതെന്നൊരു തോട്ട് നമുക്കുണ്ടാവും. പക്ഷേ നമ്മളവിടെ ഹീലാകുന്നില്ല. നമ്മൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ട് വേറൊരു ജീവിതത്തിലേക്ക് പോകണം എന്നുള്ളൊരു തോട്ട് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ സ്വയം ഹീൽ ചെയ്യാതെ തന്നെ വീണ്ടും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴും വീണ്ടും നമ്മൾ അതേപോലത്തെ സെയിം ഒരു കുഴിയിൽ തന്നെയായിരിക്കും നമ്മൾ പോയി പെടുന്നത്. അപ്പോൾ ആ കുഴിയിൽ പോയി പെടുമ്പോഴത്തേനും നമ്മളെന്താ, പല ബിഹേവിയേഴ്സ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നോർമലാണ്, എൻ്റെ അപ്പൻ അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഇതേ സ്വഭാവമാണല്ലോ, അപ്പോൾ അത് തന്നെയാണ് പുള്ളിക്കാരനുള്ള സ്വഭാവം എന്നേ നമ്മൾ ചിന്തിക്കത്തോളും. കാരണം കുറേ കാലം നമുക്ക് മനസ്സിലാവത്തില്ല നമ്മൾ ഇതിൻ്റെ അകത്ത് പെട്ടുപോയേക്കാണെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. നമ്മളെ അത്ര വലിയ ക്ലോസ് അല്ലാത്ത ആളുകൾ പോലും നമ്മളോട് വന്ന് പറയും, താങ്കളുടെ ആ പഴയ എനർജി ഇപ്പോൾ ഇല്ലല്ലോ, അല്ലെങ്കിൽ താങ്കളുടെ ആ പഴയ തേജസ് ഇപ്പോൾ ഇല്ലല്ലോ എന്നൊക്കെ ഒരുപാട് ആളുകൾ വന്ന് നമ്മുടെ അടുത്ത് പറയും. പക്ഷേ ഇതൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. പക്ഷേ ലൈഫിൻ്റെ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും സംതിങ് ഈസ് റോങ് സംവെയർ. നമ്മളുടെ പഴയ നമ്മളല്ല, നമുക്ക് എവിടേക്കോ നഷ്ടപ്പെട്ടു പോയി. നമ്മൾ സ്കൂൾ ടൈമിലും കോളേജ് ടൈമിലും ഒക്കെ ഉണ്ടായിരുന്ന അത്ര ആക്റ്റീവായിട്ടുള്ള ആ ഒരു വ്യക്തി അല്ലല്ലോ ഇപ്പം ലൈഫിൽ എന്ന് നമുക്കൊരു തോട്ട് വരും. അങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും നമ്മൾ ഇത് കംപ്ലീറ്റ് കാര്യങ്ങളും റിയലൈസ് ചെയ്യുന്നത്. അതുവരെ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കത്തില്ല. അവിടെ സ്നേഹം വരുന്നു, വഴക്ക് വരുന്നു, സ്നേഹം വരുന്നു, വഴക്ക് വരുന്നു, നമുക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ പോയിന്റിൽ നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അവിടുന്ന് പുറത്തേക്ക് ചാടുന്ന ആ ഒരു പോയിന്റ് അത്യാവശ്യം വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സ്റ്റേജാണ്. കാരണം നമ്മൾ
ഇത് മനസ്സിലാക്കാൻ തന്നെ കുറേ കാലം എടുത്തല്ലോ. നമ്മൾ ജീവിച്ചത് ഒരു നാർസിസിസ്റ്റിൻ്റെ കൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കുറേ സമയമെടുത്ത്. ഈവൻ നമ്മളുടെ പാർട്ട്ണർ ഒരു നാർസിസിസ്റ്റ് ആണെങ്കിലും നമ്മൾ കുടുംബക്കാരുടെ അടുത്തല്ല അവരെക്കുറിച്ച് നല്ലത് മാത്രമേ പറയത്തുള്ളൂ. അയ്യോ നല്ല വ്യക്തിയാണ്, എന്നോട് ഭയങ്കര സ്നേഹമാണ് എന്നൊക്കെ ആയിരിക്കും നമ്മൾ പോയി നമ്മുടെ കുടുംബക്കാരോട് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ നാർസിസിസ്റ്റ് അവർ നമ്മുടെ കുടുംബക്കാരെ എല്ലാം ഓൾറെഡി കയ്യിലാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതെന്ന് വെച്ചാൽ അതാണ് അവരുടെ മാനിപ്പുലേഷൻ്റെ പവർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ അവരെ നമ്മൾ മാനിപ്പുലേറ്റർ എന്നും നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ ഈ പ്രശ്നത്തിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും കരകയറണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയി നമ്മുടെ കുടുംബക്കാരല്ലേ എന്ന് വിചാരിച്ച് നമ്മുടെ കുടുംബക്കാരോടൊക്കെ ഈ പ്രശ്നങ്ങൾ പറയുമ്പം അവിടെ ആരും നിങ്ങളെ വിശ്വസിക്കാൻ ഉണ്ടാവില്ല. നിങ്ങളുടെ രക്തബന്ധങ്ങൾ പോലും, നിങ്ങളുടെ സ്വന്തം അപ്പനോ അമ്മയോ സഹോദരങ്ങളോ ആരും നിങ്ങളെ വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പുറത്ത് നിൽക്കുന്ന ആളെന്ന് പറയുന്നത് ഒരു വലിയ മാനിപ്പുലേറ്ററാണ്. അവരൊക്കെ ഇത്രയും വർഷങ്ങളോളം നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമ്മൾ കുടുംബക്കാരെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. അവരതുകൊണ്ട് നേടുന്ന എന്താ വെച്ചാൽ നമ്മുടെ കുടുംബക്കാരെയും നമ്മളിൽ നിന്ന് അകറ്റും. അതായത് നമ്മളെ ഐസൊലേറ്റ് ചെയ്ത് നമ്മളെ ഒറ്റപ്പെടുത്തുമ്പം അവർക്ക് വീണ്ടും ആനന്ദം കിട്ടും. അതാണ് അവർ ചെയ്യുന്ന ഒരു കാര്യം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പം അനുപമ അത് ഐഡൻറ്റിഫൈ ചെയ്തു, ഞാനൊരു നാർസിസിൻ്റെ കൂടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അനുപമയ്ക്ക് പെട്ടെന്ന് ആ റിലേഷനിൽ നിന്ന് ബാക്ക് ഔട്ട് ചെയ്യാൻ പറ്റി. പക്ഷെ ഒരുപാട് ആളുകൾ കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളും ഓൾറെഡി അവരുടെ ലൈഫിലുണ്ടാവും. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് ഒരു ഐഡിയയും ഉണ്ടായിരിക്കത്തില്ല. കുടുംബക്കാരോടൊക്കെ ഇത് പറയുമ്പോൾ അവർ പറയും നിങ്ങളുടെ മക്കളെ ഓർത്ത് നീ ഇതെല്ലാം സഹിക്കണം, ക്ഷമിക്കണം. ഇതായിരിക്കും എല്ലാവരും പറയുന്നത്. പ്രത്യേകിച്ച് പെൺമക്കളാണ് നിങ്ങൾക്കുള്ളെങ്കിൽ പറയും പെൺമക്കളല്ലേ അപ്പം അങ്ങനെ നിങ്ങൾ ഇങ്ങനത്തെ തീരുമാനമൊന്നും നീ എടുക്കരുതെന്നൊക്കെ ആളുകൾ വന്ന് പറയും. പക്ഷേ നിങ്ങൾ ഈ ഒരു ഡിസിഷൻ എടുത്ത് അവരുടെ ലൈഫിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴത്തേനും നിങ്ങളെ മാത്രമല്ല രക്ഷിക്കുന്നത്, നിങ്ങൾ വേറെ ഒരു ജനറേഷനെ അല്ലെങ്കിൽ വേറെ കുറേ ജീവിതമാണ് നിങ്ങൾ, അല്ലെങ്കിൽ കുറേ ജീവനുകളെയാണ് നിങ്ങൾ രക്ഷപ്പെടുത്തുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു 3 മക്കളുണ്ടെങ്കിൽ വേറെ 3 ആളുകളുടെ ജീവിതമാണ് നിങ്ങൾ രക്ഷപ്പെടുത്തുന്നത്. അത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ, ഈ കുട്ടികൾ ഈ മാനിപ്പുലേറ്റീവ് ബിഹേവിയറുള്ള ഈ ഒരു നാർസിസിസ്റ്റിൻ്റെ പാരൻറ്റിങ്ങിലൂടെ അവർ വളർന്നു വന്നാൽ they are also being manipulated. അവർക്കും ഡിസ്റെസ്പെക്റ്റുകൾ ഉണ്ടായിരിക്കും, അവർക്കും കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്രിറ്റിസിസംസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് അവരുടെ സെൽഫ് എസ്റ്റീം കുറയും, അവരുടെ വാല്യൂസ് അവർക്ക് കുറയും. അതുകൊണ്ടുള്ള നഷ്ടങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്നും അവരും വിചാരിക്കും എല്ലാ റിലേഷൻഷിപ്പും ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഒരു ഗുഡ് റിലേഷൻ എന്താണെന്ന് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവർ ഹീൽഡ് അല്ലെങ്കിൽ അവരും വീണ്ടും നമ്മളെപ്പോലെ വേറൊരു നാർസിസിസ്റ്റിൻ്റെ വലയിൽ പോയി നമ്മൾ പെടും. അപ്പം നമ്മൾക്ക് ചിലപ്പം നമ്മുടെ ഓപ്പോസിറ്റുള്ള നമ്മുടെ ആ ഒരു പാർട്ട്ണർ, നമ്മുടെ നാർസിസിസ്റ്റ് ആയിട്ടുള്ള പാർട്ട്ണറിന് ഒരുപാട് പൈസ ഉണ്ടാവും, സ്വത്തുക്കൾ ഉണ്ടാവും, നല്ല ഗവൺമെൻറ് ജോലിയൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് കുടുംബക്കാരൊക്കെ പറയാം അവന് ഗവൺമെൻറ് ജോലിയില്ലേ അല്ലെങ്കിൽ അവൾക്ക് ഗവൺമെൻറ് ജോലിയില്ലേ, അത്യാവശ്യം വരുമാനമില്ലേ, നിൻ്റെ അഹങ്കാരമല്ലേ എന്നൊക്കെ പറയും. പക്ഷേ ആ പൈസേനേക്കാളും ഒക്കെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ നിങ്ങളുടെ മക്കളുടെ ജീവിതം നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്നു എന്നാണ്. ചിലപ്പം അത്രയും വലിയ പൈസയൊന്നും നമ്മൾക്കില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യുമായിരിക്കും. 3 നേരം നോൺ വെജ് കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ചിലപ്പോൾ നമുക്ക് ഒരു നേരവും നോൺ വെജ് കഴിക്കാൻ പറ്റത്തുള്ളായിരിക്കും. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല. ആ ഫിനാൻഷ്യലി നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകളിനേക്കാളും ഒക്കെ 1000 മടങ്ങ് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ആ വ്യക്തിയുടെ കൂടെ ജീവിക്കുകയാണെങ്കിൽ. കാരണം എന്നും ഓരോ നിമിഷവും നിങ്ങൾ നീറി നിങ്ങളില്ലാണ്ടാവുകയാണ്, നിങ്ങളുടെ ജീവിതം ഇല്ലാണ്ടാവുകയാണ്. നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ കറേജ്, നിങ്ങളുടെ സെൽഫ് എസ്റ്റീം എല്ലാം ഇല്ലാണ്ടാവുകയാണ്. ആ പഴയ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾ ജീവൻ കൊടുത്ത നിങ്ങളുടെ മക്കളും അവരുടെയും സെൽഫ് എസ്റ്റീമും എല്ലാം പോവും. അവരുടെ ജീവിതം കൂടെ നമ്മൾ നശിപ്പിക്കുകയല്ല ചെയ്യേണ്ട. ഇത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ പാടുപെട്ടൊരു ടാസ്ക്കാണ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ എത്രയും വേഗം അവിടുന്ന് ഇറങ്ങി വരിക. ചുമ്മാ ഇറങ്ങി വന്നിട്ട് വേറൊരു റിലേഷൻഷിപ്പിലേക്ക് ഓടിപ്പോയി ചാടരുത്. ഹീലാകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നിങ്ങൾ ഹീലാകുക. ഇതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? നാർസിസ്റ്റിക് ബിഹേവിയർ ഉള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ട് നിങ്ങൾക്ക് ക്ഷതങ്ങൾ ഉണ്ടായിട്ട് ഇപ്പോഴും നിങ്ങൾ ഹീൽ അല്ലാതെ ജീവിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ആൻഡ് പ്ലീസ് ഡു ഹീൽ. നിങ്ങൾക്ക് പ്രൊഫഷണൽ സപ്പോർട്ടുകൾ എടുക്കാം.